അപ്പൊ ഞാൻ അന്ന് വന്നത് എൻ്റെ ഈ വണ്ടി കൊണ്ടാണ്. അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു വണ്ടി കൊണ്ട് ഇപ്പൊ എന്താ പരിപാടിയെന്ന്. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഈ വണ്ടി കൊടുത്തിട്ട് എനിക്ക് പുതിയൊരു വണ്ടി എടുക്കാൻ പോവുകയാണ്. ഏഹ് അതായത് 2 കൊല്ലമായി എൻ്റെ ഇപ്പൊ ഈ വണ്ടി കൂടിയിട്ട്. ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയത് ഇനി ഇപ്പൊ എന്നും വർക്ക്ഷോപ്പ് കയറ്റുന്ന പണിയുള്ളൂ. അപ്പൊ അതിലേറെ നല്ല ആ പൈസക്ക് നമുക്ക് പുതിയൊരു വണ്ടി എടുക്കാലോ എന്ന് കരുതിയിട്ട് പുതിയൊരു വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഈ വണ്ടിന്റെ അവസാനത്തെ ഓടിക്കലാണ്. 2 വർഷത്തേക്ക് കുറേ പണികൾ ഈ വണ്ടി തന്നിക്കണ് കേട്ടോ. കുറച്ച് പണിയൊന്നല്ല ഈ വണ്ടി തന്നിക്കണത്. എന്നാ എനിക്ക് ഉപകാരപ്പെട്ടും ചെയ്തിക്കണേ. ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു വാങ്ങിയത് ആദ്യം. നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് ഹെൽമെറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ മകൾക്ക് ഭയങ്കര മടിയാണ്, അത് വേറെ കാര്യം. എന്നാലും ഇങ്ങനെ പോലീസൊക്കെ ഉണ്ടാവുമായി വീണാൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് സമ്മതിപ്പിച്ച് ഇങ്ങോട്ട് എടുക്കും. അപ്പം ചെറിയ കുട്ടികളെ ഹെൽമെറ്റ് എല്ലായിടത്തും കിട്ടും. നമ്മള് വലിയ ഹെൽമെറ്റ് വാങ്ങണവരെ അവിടെ ഉണ്ടാവും ചെറിയ കുട്ടികളെ ഹെൽമെറ്റ്. അപ്പൊ അവിടുന്ന് വാങ്ങിയിട്ട് നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ ഹെൽമെറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ അവസാനത്തെ ഡ്രൈവ് എന്റെ കുട്ടി ഇങ്ങനെ പറയണ്ട്, നമ്മളിന്ന് പുതിയ വണ്ടിയും കൊണ്ടല്ലേ അമ്മ വരിക എന്നൊക്കെ ഇങ്ങനെ പറയും. ആ ആകാംക്ഷയില് ഞാൻ ഇപ്പൊ 5 ദിവസമായിട്ട് പുതിയ വണ്ടിക്ക് ഓർഡർ കൊടുത്തിട്ട് ആ ആകാംക്ഷയിൽ ഇങ്ങനെ ഇരുന്ന് ദിവസം കഴിഞ്ഞ് പോണ്ടേ. 5 ദിവസം എനിക്ക് അല്ല 5 മാസം മാതിരി കഴിഞ്ഞ് പോയത് പറഞ്ഞ മാതിരിയാണ്. ഏഹ് ദിവസം അങ്ങട് കഴിഞ്ഞ് കിട്ടണില്ല. നമ്മള് ആകാംക്ഷയിൽ കാത്തിരിക്കല്ലേ നമ്മള് പുതിയ വണ്ടി, സ്വപ്ന വണ്ടി. എനിക്ക് റെഡ് കളർ ആ മോഡല് ഒക്കെ ഒരു ആഗ്രഹേനി. അപ്പൊ അത് സാധിക്കാൻ പോവുകയാണല്ലോ, നമ്മൾ ആഗ്രഹിച്ചത് സാധിക്കാൻ പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതുണ്ട്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റും എല്ലാം കൂടി നിറഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ് അവസാനത്തെ യാത്ര. ഈ വണ്ടി എപ്പോഴും എനിക്ക് പണി വന്നുകൂടെ, എന്നും വർക്ക്ഷോപ്പ് കയറ്റുക എന്നുള്ള ഇതേനി. ലാസ്റ്റ് പിന്നെ ഇനി വേണ്ട, നന്നാക്കി നന്നാക്കി കൊണ്ടുപോകാന്നൊക്കെ തീരുമാനിച്ചു. പിന്നെ തീരുമാനിച്ചു ഇതിപ്പോ നടക്കൂല. നന്നാക്കി നന്നാക്കി ഇത് നമ്മളെ പൈസ പോവാന്നല്ലാതെ ആ പൈസ നമുക്ക് പുതിയൊരു വണ്ടി എടുക്കാന്നുള്ള തോന്നലിലാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ പുതിയൊരു വണ്ടി എടുത്തത് ട്ടോ. നിങ്ങൾക്ക് വണ്ടിന്റെ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. വണ്ടിക്ക് എത്രയായി, വണ്ടിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ. സൂപ്പർ വണ്ടി, എനിക്ക് ഓട്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അധികം വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ ഇതാണ് എന്റെ വണ്ടി. റെഡ് കളറ്, വിവിഡ് റെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓല് നമ്പർ പ്ലേറ്റ് ഇടാൻ വേണ്ടി കൊണ്ടുപോകാട്ടോ പുറത്തേക്ക്. അപ്പൊ അങ്ങനെ എന്റെ മോളാണ് ചാവിയൊക്കെ വാങ്ങിയത്. ഓളെ കൊണ്ടൊക്കെ ചാവി തിരിപ്പിക്കണം എന്നുണ്ടായിനി. അപ്പൊ അതൊക്കെ നടന്നു മാഷാ അള്ളാ. ഒന്നുമില്ല. പിന്നെ ഞങ്ങളങ്ങനെ ഫുൾ ടാങ്ക് എണ്ണ അങ്ങോട്ട് അടിക്കാൻ പോവാണ്. ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ ഫുൾ ടാങ്ക് അടിച്ചാൽ പിന്നെ വല്ല ഫുൾ ടാങ്കിന്മേൽ തന്നെ പോയാലോ. ഞാനങ്ങനെ പെട്രോൾ എപ്പോഴും കരുതി നടക്കുന്ന ആളാട്ടോ. വണ്ടിയിൽ അങ്ങനെ കരുതലുണ്ട്. എവിടെ എപ്പോഴും നിൽക്കുക പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ എപ്പോഴും കരുതലുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുൾ ടാങ്ക് എണ്ണ അങ്ങോട്ട് അടിച്ച് 510 രൂപയാണ് ഫുൾ ടാങ്ക് എണ്ണയ്ക്ക് എനിക്ക് ആയത് ട്ടോ. വണ്ടിക്ക് ഒരു തുള്ളി എണ്ണ അതിലില്ല ഇനി. പിന്നെ നമുക്ക് എന്തെങ്കിലും കുടിക്കണല്ലോ, പുറത്തിറങ്ങിയ എന്തെങ്കിലും കഴിക്കലും കുടിക്കലും നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ അരീക്കോട് മമത ബേക്കറിയിലാണ് ട്ടോ കയറിയത്. അവിടുത്തെ സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ബീഫ് സാൻഡ്വിച്ച് അതുണ്ട് ഭയങ്കര ഫേവറേറ്റ്. പിന്നെ മോക്കും ഭയങ്കര ഇഷ്ടം. ഓള് പിന്നെ മുഴുവൻ തിന്നൊന്നുമില്ല, എന്നാലും ബാക്കി നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ലൈമും ഇതൊക്കെയാണ് വാങ്ങിയത്. എല്ലാവർക്കും ഞങ്ങൾ മൂന്നാളാണ്, എൻ്റെ നാത്തൂൻ്റെ മോളും അതിന് പോന്നീന് കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ പുതിയ വണ്ടി ട്ടോ. എങ്ങനെയുണ്ട്? കമ്പനി യമഹയാണ്. യമഹയിലെ മോഡല് ഫാഷനോ എന്ന് പറഞ്ഞ മോഡലാണ് എൻ്റെ വണ്ടി. അപ്പം റെഡ് കളർ, എനിക്കൊരാഗ്രഹം ഉണ്ടായിന് റെഡ് തന്നെ വാങ്ങണം, ഒരാഗ്രഹം ഉണ്ടായിനി. മാഷാ അള്ളാ എല്ലാ ആഗ്രഹങ്ങളും പഠിച്ചൊക്കെ സാധിച്ച് തരുന്നുണ്ട്. ഇതാണ് എൻ്റെ വണ്ടി. അപ്പൊ വണ്ടി കണ്ടല്ലോ. വണ്ടിനെ പറ്റി വിവരം വല്ലതും അറിയണമെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ പറയും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് പോകണേ.